ഇന്ത്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ 50% താരിഫിനെ മറികടക്കാൻ ഇന്ത്യക്കൊപ്പം കട്ടക്കിറങ്ങുകയാണ് റഷ്യ. കഴിഞ്ഞ ദിവസം റഷ്യ പറഞ്ഞത്, ഇപ്പോൾ ഇന്ത്യക്ക് നൽകുന്ന ക്രൂഡ് ഓയിൽ ഞങ്ങൾ 5% കൂടി വില കുറച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ എണ്ണ ഇന്ത്യ വാങ്ങുന്നുണ്ട്. തങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളോട് ഒപ്പം എല്ലാ ഭീഷണികളെയും അതിജീവിച്ചു നിന്നൊരു രാജ്യമാണ് ഇന്ത്യ. തങ്ങൾ എല്ലാ കാലവും ഇന്ത്യയോടൊപ്പമാണ്. ഇന്ത്യ റഷ്യ ബന്ധം തകർക്കാൻ കഴിയില്ല. ഇനി ഈ വ്യാപാരം ഇപ്പോൾ താരിഫാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. നാളെ അത് ഉപരോധം പ്രഖ്യാപിക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ എണ്ണ സുഗമമായി തന്നെ ഇന്ത്യയിൽ എത്തിക്കും. അതിനായി തന്നെ വടക്ക് തെക്ക് ഗതാഗത ഇടനാഴി, വടക്കൻ കപ്പൽ പാത, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് ഇടനാഴി, ഇത് നേരത്തെ തന്നെ ഇന്ത്യ തയ്യാറാക്കിയ ഒരു ഇടനാഴിയാണ്. ഇതിനെക്കുറിച്ച് മുൻപ് ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത ചെയ്തിരുന്നതാണ് ഈ ഇടനാഴിയെക്കുറിച്ച്. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന ഇടനാഴിയെക്കുറിച്ച്. അതുവഴി എണ്ണ എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് റഷ്യ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ റഷ്യയിലുള്ള എസ് ജയശങ്കറുമായി അവിടുത്തെ കമ്പനികൾ ചർച്ച നടത്തുകയുണ്ടായി. അദ്ദേഹം ഇന്ത്യയിലേക്ക് അവരെ നിർമ്മാണത്തിനും മറ്റുമായി ക്ഷണിച്ചിരിക്കുന്നു. നമുക്കറിയാം, വിവിധ രാജ്യങ്ങളുടെ കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന രീതിയിൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ റഷ്യൻ കമ്പനികളെ ക്ഷണിച്ചു. ധാരാളം റഷ്യൻ കമ്പനികളാണ് ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുമ്പോട്ടെത്തിയിരിക്കുന്നത്. അതിനിടയിൽ റഷ്യ ഒരു ആഹ്വാനം നൽകിയിട്ടുണ്ട്. റഷ്യയിലെ ഈ ബിസിനസ്സുകാരോട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങൂ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം നൽകൂ എന്ന് ഒരു ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ഈ വ്യാപാരികളോട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഒരു നിർദ്ദേശവും ഇപ്പോൾ റഷ്യ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. റഷ്യയുമായി നമുക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീ ട്രേഡിംഗ് കരാർ, നമ്മൾ UK-യുമായൊക്കെ ഒപ്പിട്ടതുപോലെ ഒരു ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പിടുന്നതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഇന്ത്യയും റഷ്യയും. ന്യൂസ് ഡെസ്ക് മലയാളം.